വാക്കി പറഞ്ഞാൽ ഓണം തൂക്കി. കിടിലൻ പടം, ഒരു രക്ഷയില്ല. ഒരു ഒന്നൊന്നര ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പാക്ക്. ഇത് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ 90s കിഡ്സിൻ്റെ പ്രേമലു. കിടിലൻ പടം. മമിത ബൈജുവിൻ്റെ റേഞ്ച് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ബോളിവുഡ് എൻട്രിയും കൂടെ പുള്ളിക്കാർ ചെയ്തു കഴിഞ്ഞാൽ പുള്ളിയെ പിടിച്ചാൽ കിട്ടത്തില്ല. അത്രയ്ക്കും കിടിൽ ആക്ടിംഗ് ആണ്, ഒരു ക്യൂട്ട്നെസ്സാണ്. പിന്നെ നിവിൻ്റെ സർവ്വമായക്ക് ഒരു കംബാക്ക് ആയിരുന്നു. ഇതെന്തായാലും സർവ്വമായയുടെ ഡബിൾ പാക്കുണ്ട്. ഒരു ഫാമിലി എൻ്റർടൈനാണ്. കിടിലൻ പടം. ഒരു ഗിരീഷ് ഷെഡി പടം, അത് തന്നെയാണ് ഈ പടത്തിൻ്റെ മെയിൻ. നമ്മൾ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഈ പടം ഒരു ആവറേജ് ആണെങ്കിലും പടം ഓടുമെന്നൊരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നു. കാരണം വെച്ചാൽ കൂടെ ഇറങ്ങിയ ഖലീഫ, അത് ഇന്നലെ റിപ്പോർട്ട് ഇറങ്ങി, അത് പോയി. പിന്നെ ദുൽഖറിൻ്റെ പടം സെപ്റ്റംബർ 3 മാറ്റി. നിവിന് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. 100% എങ്ങനെ ഇറക്കിയാൽ ഈ പടം ഒരു ആവറേജ് ആണെങ്കിൽ പോലും പടം ഓടും 100% പടം. പക്ഷേ പടം വൈസ് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫ് കിടിലൻ ലെവലാണ് എടുത്തിട്ടുള്ളത്. അതായത് ഗിരീഷ് ഷെഡിയുടെ ഒരു മാജിക്ക് ഈ പടത്തിൽ കാണാൻ പറ്റും. സിറ്റുവേഷണൽ കോമഡികളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ ഗിരീഷ് ഷെഡി വിശേഷിപ്പിക്കാം. ആ ലെവലാണ് പടം. ഫസ്റ്റ് ഹാഫ് നമുക്ക് ഓരോ സീൻസും നമ്മൾ കണക്റ്റ് ആവുന്നുണ്ട്. നോർമലായിട്ട് സെക്കൻഡ് ഹാഫൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഇമോഷണൽ സീൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിലും ജസ്റ്റ് ഒരു ഡൗൺ ആവുന്ന ഒരു ഫീൽ വരുമ്പോഴത്തേക്കും വിനയ് ഫോർട്ടിൻ്റെ എൻട്രിയോടെ പടം വീണ്ടും പഴയ ഗീറിലോട്ട് കയറുകയാണ്. ഒരു ഓണത്തിന് ഫാമിലി ആയിട്ട് കണ്ട് ആഘോഷിച്ച് പൂർണ്ണ സംതൃപ്തിയായിട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. അത് വിശ്വനാഥ സെൻസാർ കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടുമല്ലോ. അതേ സാധനം ഇതുപോലെ എമോഷണലും കാര്യങ്ങളൊക്കെ ആയിട്ട് പടം കണ്ടിറങ്ങുമ്പോൾ ഒരു പൂർണ്ണ സംതൃപ്തി ഈ പടത്തിൽ നമുക്ക് ലഭിക്കും. അത് തന്നെയാണ് ഈ ഗിരീഷ് ഷെഡി പടം എന്നുള്ളതിൽ. പ്രേമലുവിനേക്കാൾ താഴെ വരാൻ, പ്രേമലു വെച്ച് ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നോർമൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു കിടിലൻ പടം തന്നെയാണ്. എന്താ പറയുക, നമ്മൾ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ധാരാളം കോമഡി സിറ്റുവേഷൻസ് നിറഞ്ഞ ഒരു ഫൺ ഫിൽഡ് ഒരു എൻ്റർടൈനർ തന്നെയാണ് ഈ ഒരു സിനിമ. തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ പ്രേക്ഷകരുടെ രീതിയിൽ മുഷിപ്പിക്കാതെ, ഒരു തരത്തിലും മുഷിപ്പിക്കാതെ പിടിച്ചിരുത്തി പോകുന്നുണ്ട്. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും, പാട്ടുകളായിരുന്നാലും സിറ്റുവേഷൻസ് ആയിരുന്നാലും കോമഡീസ് ആയിരുന്നാലും എല്ലാവരുടെ പെർഫോമൻസ് ആയിരുന്നാലും ഒരു കഥാപാത്രം പോലും അനാവശ്യമായിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള സിനിമയിലുടനീളം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ചെറിയൊരു പോർഷൻ ആയിരുന്നാൽ കൂടെ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഡയലോഗ് ഡെലിവറീസും കാര്യങ്ങളും എല്ലാം ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കുറേ, അതായത് നുറുങ്ങ് തമാശകൾ ധാരാളമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ പൊട്ടിച്ചിരികൾ ഉണർത്തിയ ധാരാളം രംഗങ്ങളും വന്നുപോയി. തിയേറ്ററിൽ ഇടയ്ക്ക് നല്ല ചിരി, പൊട്ടിച്ചിരി, കയ്യടി ഒക്കെ ഉണർത്തിയ ധാരാളം പോർഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മറ്റ് കഥാപാത്രങ്ങളോടൊപ്പം എടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും മമിത ബൈജുവിൻ്റെയും ഇദ്ദേഹത്തിൻ്റെയും നിവിൻ പോളിയുടെയും കഥാപാത്രം തന്നെയാണ്. രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ. നിവിൻ്റെ നമ്മൾ കുടുംബ പ്രേക്ഷകരടക്കം കാണാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ നിവിൻ്റെ ഭാഗത്തു നിന്ന്, അതെല്ലാം അദ്ദേഹത്തിൻ്റെ ത്രൂ ഔട്ട് നമ്മൾ പുറത്തു കൊണ്ടുവരാൻ സംവിധായകനായ ഗിരീഷ് ഷെഡിക്ക് സാധിച്ചിട്ടുണ്ട്.